എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോശിമേനി എന്ന സംവിധാനത്തിൽ വന്ന സുമോ എന്ന സിനിമയെക്കുറിച്ചാണ്. പടത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ VTV ഗണേശ് വന്നിട്ടൊരു കാർ ഓടിച്ചിട്ട് പോകും. അപ്പോൾ വന്നിട്ട് ഇടയിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടാകും. ആ പോലീസ് ചെക്കിങ്ങിൻ്റെ സമയത്ത് വന്നിട്ട് ഇവർ കാർ പിടിക്കും. കാറിൻ്റെ ഡിക്കി തുറക്കാൻ പറയും. ആ ഡിക്കിക്കകത്തൊരു ബോക്സ് ഉണ്ടാവും. അപ്പോൾ ആ ബോക്സ് തുറക്കാൻ ആവശ്യപ്പെടും. അപ്പോൾ അയാൾ പറയും, എന്നെപ്പോലെ എൻ്റെ ജീവൻ പോയി കഴിഞ്ഞാലും ഞാൻ ഈ ബോക്സ് തുറക്കത്തില്ല എന്ന് പറയും. അപ്പോൾ അതെന്താ കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ ആ ബോക്സിനൊരു സ്റ്റോറി പറയും. ആ സ്റ്റോറിയാണ് ഈ പടത്തിൻ്റെ സ്റ്റോറി. ആ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുമോ റെസ്റ്റ്ലർ ഒരു കടൽക്കര ഓരത്ത് മരിച്ച പോലെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അയാളെ വന്നിട്ട് അടുത്ത് പോയി നോക്കുമ്പോൾ അയാൾ മരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇവരെടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചേർത്തും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉടനെ ആ ഡോക്ടർ പറയും അയാൾക്ക് വന്നിട്ട് പഴയ ഓർമ്മകളൊക്കെ നശിച്ചുപോയി. ഇപ്പോൾ അയാൾ ഒരു ചെറിയ കുഞ്ഞിനെ പോലെയാണുള്ള എന്ന് പറയും. പിന്നെ ഇയാൾ എവിടെ നിന്നാണ് വന്നതെന്ന് അന്വേഷിക്കുമ്പോഴത്തേനും ഇയാൾ വന്നിട്ട് ജപ്പാനിൽ നിന്ന് വന്നതെന്ന് പറയും. അപ്പോൾ ഇയാളെ ജപ്പാനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവർ തീരുമാനിക്കും. അപ്പോൾ ജപ്പാനിലാണെങ്കിൽ ഇയാൾക്ക് വന്നിട്ട് അവിടെ എന്താ പറയുക, ഇയാൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാവും എന്നൊക്കെയുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു കഥ. ശരിക്കും ഒരു കോമഡി സിനിമയ്ക്കുള്ള സബ്ജക്റ്റ് ഇത് മതി. പക്ഷേ അവരാ എന്താ പറയുക, തിരക്കഥയിലും സിനിമാറ്റോഗ്രാഫിയിലൊക്കെ വന്നിട്ട് വളരെ മോശമാക്കി, ഒന്നുമില്ലാണ്ട് ചെയ്തു. ശരിക്കും ഇതൊരു കോമഡി മൂവി ആയിട്ടാണ് എടുത്തത്. പക്ഷേ കോമഡിക്കൊന്നും ഈ പടത്തിലൊരു ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമഡിയൊന്നും ഇല്ല. അതേപോലെ കോമഡി പടം ആയതുകൊണ്ട് നമുക്ക് ലോജിക്കൊന്നും നോക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് പോയി കാണാൻ ഇരിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ പടം തന്നെ ഒരു ലോജിക്കില്ല. ശരി, ഒരാൾ വന്നിട്ട് അങ്ങനെ കിട്ടി. അപ്പോൾ അയാൾ ഏത് നാടാണെന്ന് അന്വേഷിക്കുമ്പോൾ ജപ്പാനാണെന്ന് പറയണു. വളരെ സിമ്പിളാണ്. ജപ്പാൻ എംബസിയിൽ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. പക്ഷേ ഇത് ഇവന്മാർ വിളിച്ചുകൊണ്ട് ജപ്പാനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോവുക, അതൊക്കെ എന്ത് ലോജിക്കാണെന്ന് മനസ്സിലാകുന്നില്ല. അതേപോലെ ക്യാമറ വർക്ക് വന്നിട്ട് രാജീവ് മേനോൻ എന്ന് പറഞ്ഞ് കാണിച്ചിരുന്നു. പക്ഷേ എനിക്ക് രാജീവ് മേനോനാണോ അതോ ഈ രാജീവ് മേനോൻ്റെ നെയിം വന്നിട്ട് ഇതിൽ ഫേക്കായി ഇട്ടതാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഓരോ സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ മൊബൈൽ ക്യാമറയിൽ പിടിച്ച പോലെ ഉണ്ട്. അതേപോലെ ഒരു പാട്ട് സീനൊക്കെ ഉണ്ട്. ആ പാട്ട് സീനൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും മോശമായിരുന്നു. അതായത് ഒരു ഡീറ്റെയിലും ഇല്ലാണ്ട് വളരെ മോശമാക്കി എടുത്തിരുന്നു. ശരിക്കും ക്യാമറ വർക്ക് എനിക്ക് തോന്നുന്നു രാജീവ് മേനോൻ്റെ പേരിൽ ഫേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ഈ സിനിമ വന്നിട്ട് ഒരു 4-5 വർഷം മുമ്പ് തന്നെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ സിനിമയാണ്. ഇതാ വരുന്നു എന്ന് കുറേ നാൾ പറഞ്ഞുകൊണ്ടിരുന്നു. അത് ഈ പടം വരാണ്ടിരിക്കുകയായിരുന്നു നല്ലത്. നമ്മളൊരു കോമഡി സിനിമയാണ്, കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയിരുന്ന് കണ്ടതാണ്. ഒന്നുമില്ല. അപ്പോൾ ശരി, എന്നാൽ ബൈ.